ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന ഗോമതിയുടെയും ബാലന്റെയും നാളത്തെ വിശേഷമായിട്ടാട്ടോ ഞാൻ എത്തിയിരിക്കുന്നത്. വീഡിയോയ്ക്ക് ചെറിയൊരു ക്ലാരിറ്റി കുറവുണ്ട്, ഇവിടെ കറണ്ട് ഇല്ലാത്തത് കൊണ്ടാണ്. ഏതായാലും ഞാൻ വിശേഷത്തിലേക്ക് കിടക്കണം. അപ്പൊ അതിന് മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. അതിനോടൊപ്പം മാക്സിമം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്ന ഒരു ലൈക്കും കൂടി അടിച്ചു പോകാൻ മറക്കരുത്. അപ്പൊ നമുക്ക് നേരെ നാളത്തെ വിശേഷത്തിലേക്ക് തന്നെ കടക്കാം. അങ്ങനെ ബാലന്റെ സംശയം ഇങ്ങനെ കൂടി 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 വരികയാണ്. ഗോമതിയുടെ ഈ ഒരു ഓവർ ആക്ടിങ്ങും ബാലന്റെ ഈ ഒരു ഓവർ ആക്ടിങ്ങും എല്ലാം കാരണം സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കഥയുടെ ആ ഒരു വഴിത്തിരിവ് തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും നമുക്ക് സമയത്തിന് ഒരു ചെറിയ മാറ്റം ഉണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് എന്നും 7 മണിക്കാണല്ലോ നമ്മുടെ ഈ ഒരു കഥ ഉള്ളത്. അപ്പൊ ഇനി മുതൽ അങ്ങോട്ട് 7 മണിക്കല്ല, കറക്റ്റ് സമയം കിട്ടിയിട്ടില്ല. 7 മണിക്ക് നമുക്ക് വേറൊരു കഥ വരുന്നുണ്ട്. അപ്പൊ അത് നിങ്ങൾ എല്ലാവരും അറിഞ്ഞു കാണും. അതുകൊണ്ട് ചെറിയൊരു സമയത്തിന് വ്യത്യാസമുണ്ട്. അപ്പൊ അത് കറക്റ്റ് ഏത് സമയത്താണെന്ന് ഞാൻ പിന്നെ അപ്ഡേഷൻ വരുമ്പോൾ നിങ്ങളെ അറിയിക്കാം കേട്ടോ. അപ്പൊ അങ്ങനെ നമ്മുടെ ബാലനാണെങ്കിലോ വീട്ടിലെത്തിയിരിക്കുകയാണ്. അപ്പൊ വീട്ടിലെത്തിയിട്ട് മിത്രയുടെയും ആര്യന്റെയും വിവാഹ സർട്ടിഫിക്കറ്റ് അത് കിട്ടിയേ പറ്റത്തുള്ളൂ, അവരുടെ നല്ല കാര്യത്തിന് വേണ്ടിയല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗോമതിയുടെ കയ്യിൽ നിന്ന് പിടിച്ച് എടുക്കാനൊക്കെ നോക്കുന്നുണ്ട് പല കാര്യങ്ങളും. ഗോമതി ആണെങ്കിൽ ആകെ പെട്ട് നിൽക്കുകയാണ്. അപ്പൊ ഗോമതി പറഞ്ഞു, അത് പിന്നെ ഞാനെന്നാ പിന്നെ അവളോട് ചോദിക്കാന്ന് പറഞ്ഞു പോയി. പോകുന്നതിന് മുമ്പായിട്ട് തന്നെ ബാലൻ പറഞ്ഞു, വേണ്ട പോകണ്ട, നിൽക്കുക, നമുക്ക് ഒരുമിച്ച് ചോദിക്കാന്ന്. അപ്പം എങ്ങനെയെങ്കിലും തടി തപ്പണം. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ഗോമതി പറഞ്ഞു, അത് പിന്നെ ബാലേട്ടൻ ഇപ്പം ബാലേട്ടൻ പെട്ടെന്ന് ഇത് ചോദിച്ചു കഴിയുമ്പോഴത്തേക്കും അവർക്ക് പറയാൻ ഒരു ബുദ്ധിമുട്ടൊക്കെ കാണുമായിരിക്കും. കാരണം അങ്ങനെ ആയിരുന്നല്ലോ അവരുടെ സിറ്റുവേഷനും വിവാഹവും ഒക്കെ നടന്നത്. അപ്പൊ അതുകൊണ്ട് ബാലേട്ടൻ ചോദിക്കുമ്പോൾ ചിലപ്പം പറയാൻ മടിയുണ്ടെങ്കിലോ, ഞാനാണെങ്കിൽ ചിലപ്പം എല്ലാം തുറന്ന് പറഞ്ഞാലോ. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം, ഞാൻ ആദ്യം പോയി ചോദിക്കാം, ചോദിച്ച് മനസ്സിലാക്കാം. അല്ലെങ്കിൽ ബാലേട്ടൻ തന്നെ ചെന്ന് ഫസ്റ്റ് ചോദിക്കുമ്പം ഏതായാലും പറയാനൊരു ബുദ്ധിമുട്ട് കാണുമല്ലോ. അങ്ങനെ തട്ടുമുട്ട് ന്യായങ്ങളൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഗോമതി അങ്ങ് മുങ്ങുകയാണ്. അപ്പോഴത്തേക്കും ബാലൻ മനസ്സിൽ ഉറപ്പിച്ചു, ഇത് വേറെ ഒന്നുമല്ല, ഇത് ഗോമതിയും കൂടെ അറിഞ്ഞുകൊണ്ടുള്ള കളിയാണ്. നോക്കിക്കോ, ഈ കളിക്ക് ഒരു അവസാനം കുറിച്ചിട്ട് ബാലൻ ഈ വീട്ടിലുള്ള എല്ലാവരെയും ദേവമംഗലം ചുട്ടരിക്കാൻ പോവാ. ബാലനെ പറ്റിച്ചിട്ട് ആളാകാൻ നോക്കുന്നു. സമ്മതിക്കില്ല ഞാനെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ നമ്മുടെ ബാലന്റെ കയ്യിൽ എന്തോ ഒരു കവറും ഒക്കെ ഉണ്ട് കേട്ടോ, പുള്ളിക്കാരന്റെ കയ്യില്. അപ്പൊ നേരെ പിന്നെ കാണിക്കുന്നത് നമ്മുടെ മിത്രേനെയും മീനാക്ഷിനെയാണ്. അങ്ങനെ വേഗം ഓടി ചെല്ലുകയാണ് നമ്മുടെ ഗോമതി ഓടി ചെന്നിട്ട് പെട്ടെന്ന് റൂമിനകത്തേക്ക് കയറിയിട്ട്, ദൈവമേ വലിയ പ്രശ്നമാണെന്നാ മോളെ തോന്നുന്നത്, നിന്റെ വിവാഹ സർട്ടിഫിക്കറ്റ് ഇപ്പൊ തന്നെ വേണമെന്നാ പറയുന്നത്, ഇനി എന്താ ചെയ്യുക, എനിക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ല, നിന്നോട് വന്ന് എന്തെങ്കിലും ചോദിക്കാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ നിന്നെയും കൂട്ടിക്കൊണ്ട് അങ്ങോട്ടേക്ക് ചെല്ലാനാ എന്നോട് പറഞ്ഞത്, ഇതിനിയിപ്പോ എന്താ ഒരു പോം വഴി, ഒന്ന് പറഞ്ഞതാ എടി മീനാക്ഷി, നീ ഒന്ന് പറഞ്ഞതാടി, എല്ലാരും കൂടെ എന്നെ കൊലയ്ക്ക് കൊടുക്കാതെ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് മീനാക്ഷി പറഞ്ഞു, ഞാനിപ്പോ എന്ത് പറയാനാ, അല്ല അച്ഛൻ ഇപ്പം എന്തിനാ ഈ വിവാഹ സർട്ടിഫിക്കറ്റ്? അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഒരു ബാങ്കില് ഇപ്പൊ നമുക്കൊരു ഡെപ്പോസിറ്റ് തുടങ്ങണമെങ്കിൽ വിവാഹ സർട്ടിഫിക്കറ്റിന്റെ ആവശ്യമുണ്ടോ? ആ അതിന്റെയൊക്കെ ആവശ്യമുണ്ടെന്നാ പറയുന്നത്. അപ്പോഴത്തേക്ക് നമ്മുടെ മിത്ര പറഞ്ഞു, അത് പിന്നെ എന്റെയും ആര്യന്റെയും കൂടെ പേരിൽ ഒരുമിച്ചിടാനാണെങ്കിൽ ഞങ്ങൾ ഭാര്യയും ഭർത്താവും ആണെന്ന് തെളിയിക്കുന്ന എന്തെങ്കിലും വേണമല്ലോ, അപ്പൊ അതുകൊണ്ടായിരിക്കും അച്ഛൻ അങ്ങനെ ചോദിക്കുക. അപ്പോഴത്തേക്കാണ് മീനാക്ഷി ചോദിച്ചത്, അല്ല ഇനിയിപ്പോ അച്ഛൻ എന്തെങ്കിലും അറിഞ്ഞിട്ടായിരിക്കോ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കുക? അല്ല എനിക്കൊരു വല്ലാത്ത സംശയം, എന്നോടും അമ്മയോടും ഒക്കെ ഇത് ആവർത്തിച്ച് അച്ഛൻ പറയുന്നുണ്ട്, അതുകൊണ്ട് ഇനി എന്തെങ്കിലും അറിഞ്ഞു കാണുമോ? അയ്യോ മോളെ മീനാക്ഷി, നീ അങ്ങനെയൊന്നും പറയല്ലേ, ഇവിടെ നിന്ന് നമ്മൾ സംസാരിക്കുന്നത് തന്നെ വലിയ പ്രശ്നമാണ്, ബാലേട്ടനെങ്ങാനും വന്ന് കണ്ടു കഴിഞ്ഞാലേ ആകെ പ്രശ്നമാകും, അതുകൊണ്ട് പൊക്കെ എല്ലാവരും എല്ലാ വഴിക്ക് പൊക്കോ. മാത്രമല്ല മിത്രേ, നിന്നോട് കാര്യം ചോദിക്കുമ്പോൾ നീ എന്താ പറയാൻ പോകുന്നത്? അത് പിന്നെ എനിക്കറിയില്ല, എനിക്കിത് ആര്യനെ എത്രയും പെട്ടെന്നെങ്കിലും അറിയിക്കണം, ആര്യനോടും കൂടി ആലോചിക്കാതെ ഞാൻ എന്ത് പറയാനാ, ഇപ്പം തൽക്കാലം എന്താ ഞാൻ പറയുക, ഒരെത്തും പിടിയും കിട്ടുന്നില്ലല്ലോ അമ്മയെന്ന് പറയുമ്പം എന്തെങ്കിലും ഒന്ന് പറഞ്ഞേ പറ്റൂ, മീനാക്ഷി എന്തെങ്കിലും ഒന്ന് പറഞ്ഞ് പഠിപ്പിക്കുക. അപ്പോഴത്തേക്കാണ് നമ്മുടെ മീനാക്ഷി പറഞ്ഞത്, ഇപ്പം തൽക്കാലം അച്ഛൻ ചോദിച്ചു കഴിഞ്ഞാല് ആര്യ വന്നു കഴിഞ്ഞിട്ട് പറയാം എന്നിങ്ങനെ പറഞ്ഞാൽ മതി, അല്ലാതെ വേറൊന്നും കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് പറയാൻ പോകണ്ട. മാത്രമല്ല ഇനിയിപ്പം അമ്പലത്തിൽ വിവാഹം രജിസ്റ്റർ ചെയ്തോന്ന് ചോദിച്ചാൽ രജിസ്റ്റർ ചെയ്യാതെ വെറുതെ താലി കെട്ടിയതാന്ന് പറഞ്ഞ് നമുക്ക് എങ്ങനെയെങ്കിലും തടി തപ്പാലോ, നിങ്ങൾ രജിസ്റ്റർ ചെയ്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ഏതായാലും മീനാക്ഷി പറയുന്നതും ശരിയാണ്, രജിസ്റ്റർ ചെയ്തില്ല, വെറുതെ അമ്പലത്തിൽ താലി കെട്ടിയതാന്ന് പറഞ്ഞാലും സമ്മതിച്ചു കൊടുക്കാമല്ലോ. ഇനിയിപ്പോ വിവാഹം രജിസ്റ്റർ ചെയ്ത് തന്നെ താലി കെട്ടണം എന്നൊന്നുമില്ല, നമുക്കിപ്പോ ഒരാളെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അമ്പലത്തിൽ പോയി അല്ലെങ്കിൽ ഒരു വീട്ടിനകത്ത് നിന്ന് താലി കെട്ടിയാലും അതൊരു വിവാഹം തന്നെയാണല്ലോ, മനസ്സറിഞ്ഞ് ഒരു വിവാഹം കഴിക്കുന്നു, അതൊരു വിവാഹം തന്നെയാണല്ലോ. അപ്പൊ പിന്നെ അത് അങ്ങനെ പറഞ്ഞു ഒഴിവായി കൂടെ എന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ ബാലൻ അങ്ങനെയൊന്നും ഇവരെ പിടിവിടാൻ പോകുന്നില്ല. ബാലന്
മിഥുൻ ആരാണെന്നും മിഥുനും മിത്രയും ആര്യനും തമ്മിലുള്ള ബന്ധം എന്താണെന്നും ഇതിൽ ഏതെങ്കിലും തരത്തിൽ ഗോമതിക്ക് ബന്ധമുണ്ടോ എന്നും അറിയാതെ ഒരു തരത്തിലും നമ്മുടെ ബാലൻ കളി അവസാനിപ്പിക്കത്തില്ല. അത് തന്നെയാണ് ബാലന്റെ തീരുമാനം. ഏതായാലും ബാലൻ മിത്രയുടെയും ആര്യന്റെയും എടുത്തു ചെന്ന് ഈ ഒരു വിവാഹ സർട്ടിഫിക്കറ്റ് ചോദിക്കുന്നതിന് മുമ്പ് മിത്രയ്ക്കും ആര്യനും എന്തെങ്കിലുമൊക്കെ കള്ളക്കളി നടത്തിയേ പറ്റൂ, അവർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള സമയം കിട്ടിയേ പറ്റൂ. അപ്പൊ അതിനുള്ള സമയം ഉണ്ടാക്കി കൊടുക്കുക എന്നതാണ് ഇനി നമ്മുടെ മീനാക്ഷിയുടെ ലക്ഷ്യം കേട്ടോ. അതുവരെ എങ്ങനെയെങ്കിലും വേറെ വിഷയത്തിലേക്ക് ബാലനെ കൊണ്ടെത്തിക്കണം. ഏതായാലും ബാലന് അങ്ങനെ പോകുമെന്നും അറിയില്ല. ബാലൻ ഈ വിഷയം തന്നെ കയറി പിടിച്ചോണ്ടിരിക്കുക. കാട്ട പോലും ഇട്ടിട്ടാണല്ലോ ഇപ്പൊ ഇതിന്റെ പുറകെ നടക്കുന്നത്. ഏതായാലും ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് ആകാശും മീനാക്ഷിയുടെ അച്ഛനും കൂടി ആകാശിന്റെ വീട്ടിലേക്ക് ചെല്ലാണ് കേട്ടോ. സാധനങ്ങളൊക്കെ മേടിച്ചാണ് രണ്ടുപേരും വീട്ടിലേക്ക് പോകുന്നത്. സത്യം പറഞ്ഞാൽ ഇപ്പൊ ആകാശ് ദേവമംഗലത്തെ അല്ല, നമ്മുടെ മീനാക്ഷിയുടെ അച്ഛന്റെ മകനാന്ന് തോന്നുന്നു. അതുപോലെയാണ് നമ്മുടെ ആകാശ്. പറയാനും പറ്റില്ല, നമുക്കത് കുറ്റം പറയാനും പറ്റില്ല. സ്നേഹം കൂടുതൽ കിട്ടുന്ന സ്ഥലത്തേക്കല്ലേ ചായവ് ഉണ്ടാകത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ വീടിനകത്തേക്ക് കയറി ചെല്ലാണ്. അപ്പൊ മീനാക്ഷിയുടെ അമ്മയാണെങ്കിൽ ആകെപ്പാട് പേടിച്ച് പറിച്ചിരിക്കുകയാണല്ലോ. എന്താ സംഭവിക്കുന്നത് ഇനിയിപ്പം, നമ്മുടെ ദേവിയുടെ അടുത്ത് പോയിട്ട് വല്ല പ്രശ്നം ഉണ്ടാക്കിയോ എന്നൊക്കെ ഓർത്ത് വല്ലാതെ പേടിച്ച് പറിച്ചിരിക്കുന്ന സമയത്താണ് ഇവർ കയറി ചെല്ലുന്നത്. അപ്പൊ ഇവര് വന്ന് കോളിംഗ് ബെൽ അടിക്കുന്നു. വാതിൽ തുറക്കുന്ന ഉടനെ തന്നെ നിങ്ങളായിരുന്നോ, എന്താ നിങ്ങൾ ഇത്രയും താമസിച്ചെന്നൊക്കെ ചോദിക്കുമ്പോൾ അത് പിന്നെ ഞങ്ങൾ കുറച്ച് കറങ്ങുമൊക്കെ ചെയ്തു, കുറച്ച് സ്ഥലം വരെയൊക്കെ പോകണമായിരുന്നു, ഞങ്ങൾ അവിടെ ഇവിടെയൊക്കെ ഒന്ന് പോയി. അപ്പോഴത്തേക്കും ചോദിച്ചു, അല്ല നിങ്ങൾ കടയിൽ പോയില്ലേ ഗോമതി സ്റ്റോഴ്സിൽ? ഗോമതി സ്റ്റോഴ്സിൽ പോയി. എന്നിട്ട് വല്ല പ്രശ്നവും ഉണ്ടായോ? എന്തു പ്രശ്നം ഉണ്ടാകാനാ? അവളുണ്ടല്ലോ, അവൾ ആരാ മോളെന്നറിയാമോ? അവക്ക് മനസ്സിലായി ഈ ഞാൻ ആരാണെന്ന്. ഇനി മീനാക്ഷിയുടെ അച്ഛനോട് കളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാവില്ലെന്ന് അവക്കറിയാം. അതുകൊണ്ടേ അവള് ഒന്നും മിണ്ടാതെ എണീറ്റ് പോകാൻ പറഞ്ഞ ആ സീറ്റില്ലേ, ആ സീറ്റിൽ അവൾ എന്നെ കയറ്റിയിരുത്തി. എന്നോടല്ലേ കളി, അവള് ഞാൻ കളി തിരിച്ചു പഠിപ്പിക്കുന്നവർക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് അവള് പ്രശ്നം ഒന്നും ഉണ്ടാക്കാൻ വന്നില്ല. പേടിയുണ്ടേ, താടിയുള്ളപ്പനെ പേടി കാണും അവന്. ആകാശിനോട് ഇനി കളിച്ചു കഴിഞ്ഞാൽ ശരിയാവില്ലെന്നറിയാം. പിന്നെ ആകാശമോനോട് ഞാൻ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. മോനെ, ഇനിയിപ്പം മോൻ ഒരു കാര്യം ചെയ്യണം. അവള് പറയുന്നത് കേട്ട് അനുസരിച്ച് നിൽക്കേണ്ട ഒരു കാര്യമില്ല. പിന്നെ വേറൊരു കാര്യം കൂടെ എനിക്ക് പറയാനുണ്ട്. മോൻ ഇങ്ങനെ ഒന്നും പറയാതെ മിണ്ടാതെ എടുക്കാതെയൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാലൻ ഇതൊന്നും മനസ്സിലാവില്ല. ബാലൻ ഇതൊക്കെ അറിയിക്കണം. ബാലന്റെ കടയാ ഗോമതി സ്റ്റോഴ്സ്. ബാലൻ ചോര നീരാക്കി ഉണ്ടാക്കിയ കട. അത് വല്ലവരുടെയും കയ്യിൽ പോണോ അതോ ബാലന്റെ മക്കളുടെ കയ്യിൽ തന്നെ ഇരിക്കണോ? ഈ ദേവിയുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അറിയാലോ ദേവിയുടെ സ്വഭാവം. അല്ല അച്ഛന്നല്ല അങ്കിളെ, അതൊക്കെ എനിക്കറിയാം. അങ്കിള് പറഞ്ഞതുപോലെ തന്നെ ഞാൻ എല്ലാ കാര്യങ്ങളും അച്ഛനോട് സംസാരിക്കുന്നുണ്ട്. മാത്രമല്ല ദേവിയടത്തിയുടെ അവിടുത്തെ വാസവും ഞാൻ അവസാനിപ്പിക്കുന്നുണ്ട്. ഉടനെ തന്നെ ദേവിയടത്തിനെ ആ കടയിൽ നിന്ന് ഇറക്കി വിടാനുള്ള എല്ലാ കാര്യവും ചെയ്തിട്ട് ഞാൻ ഇനി അങ്കിളിനെ കാണാനായിട്ട് വരത്തുള്ളൂ. അപ്പോഴത്തേക്കാണ് നമ്മുടെ മീനാക്ഷിയുടെ അച്ഛൻ പറഞ്ഞത്, മോന് പറ്റില്ല എങ്കിൽ മോൻ ഉറപ്പായിട്ടും ആ കടയിൽ നിന്ന് ഇറങ്ങിക്കോ. മോന് വേറെ ഷോപ്പിംഗ് മാൾ ഞാൻ ഇട്ട് തന്നോളാം പറഞ്ഞിട്ടുണ്ടല്ലോ. അത് നീ മീനാക്ഷിയോടും കൂടെ പറഞ്ഞേരെ. മീനാക്ഷി ഒരു പാവമാണെന്നേ, പാവം. അവള് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരോടും അസൂയോ കുശുമ്പോ ഒന്നുമില്ല അവക്ക്. അവള് ഇങ്ങനെ ജീവിച്ചു പോകുന്നതാ, എല്ലാരും അവക്ക് ഇഷ്ടാ. അതുകൊണ്ട് മോൻ വേണം പറഞ്ഞ് അവളെ മനസ്സിലാക്കാനായിട്ട്, എല്ലാം പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോ ആ കാര്യമൊക്കെ ഞാൻ ഏറ്റു. എന്നാ പിന്നെ നേരം വൈകിയില്ലേ, ഞാൻ പോവാന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ആകാശം അവിടെ നിന്ന് ഇറങ്ങാണ്. ഇതിൽ ആകാശം ഇറങ്ങിയ ഉടനെ തന്നെ നമ്മുടെ മീനാക്ഷിയുടെ അച്ഛൻ പറയുന്നുണ്ട്, നോക്കിക്കോ, ഒരാഴ്ചക്കുള്ളിൽ ആകാശും മീനാക്ഷിയും ഈ വീട്ടിൽ വന്ന് നമ്മുടെ അടുത്ത് താമസിക്കും. അതിനുള്ള എല്ലാ വഴികളും ഞാൻ ചെയ്തു വെക്കുന്നുണ്ടെന്ന്. അപ്പൊ പുള്ളിക്കാരന്റെ ഉദ്ദേശം എങ്ങനെയും ആകാശിനെ മീനാക്ഷിനെ അങ്ങോട്ട് വലിക്കണം എന്നാണ്. ഈ സമയത്ത് ദേവി കടയൊക്കെ കഴിഞ്ഞ് വളരെ ക്ഷീണിതയായിട്ടാണ് വന്നത്. വന്ന ഉടനെ തന്നെ ബാലന്റെ കയ്യിൽ എന്താ പറയാ താക്കോൽ ഏൽപ്പിച്ച കണക്ക് വിവരങ്ങളൊക്കെ ഏൽപ്പിച്ച് അങ്ങ് പക്ക ഡീസന്റ് ആവുകയാണ്. ബാലനാണെങ്കിൽ വേറെ എന്തൊക്കെയോ കാര്യങ്ങളിലും ചിന്തയിലുമാണ് നടക്കുന്നത്. ഏതായാലും ബാലന് കിട്ടിയ അവസരം ബാലനല്ല, ദേവിക്ക് കിട്ടിയ അവസരം ദേവി മാക്സിമം വിനിയോഗിക്കുന്നുമുണ്ട്. അതുപോലെ തന്നെ കടയിലെ കണക്കും കാര്യങ്ങളും വരവും ചെലവും ഒക്കെ നമ്മുടെ ബാലനെ കൊണ്ട് ഏൽപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയിപ്പം ബാലൻ കടയിൽ പോയില്ലെങ്കിലും കുഴപ്പമില്ല എന്ന മട്ടായി. അങ്ങനെ നമ്മുടെ ബാലൻ പറയുന്നുണ്ട്, കുറച്ച് ദിവസം കൂടെ ഏതായാലും ദേവി മോള് തന്നെ തുടർന്ന് പോകട്ടെ, എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് കുറെ ഡീലർമാരെ കാണാൻ പോകാനുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. വേറെ ഡീലർമാരെ കാണാനൊന്നുമല്ല, നമ്മുടെ മിഥുന് ബോധം തെളിയുന്നവരെ അവിടെ ഇരിക്കണമല്ലോ. മിഥുനെ അങ്ങനെ വിട്ടയച്ചിക്കാൻ പാടില്ല. ബോധം വരുന്നവരെ അവിടെ ഇരിക്കണം. 2-3 ദിവസത്തിനകം ബോധം പൂർണ്ണമായിട്ട് തിരിച്ചു കിട്ടുന്നു ഡോക്ടർ പറയുകയും ചെയ്തു. ഇതിന്റെ ഇടയിലാണെങ്കിൽ നമ്മുടെ ദേവി ആകാശിനെ ചോദ്യം ചെയ്യാൻ വേണ്ടി കയറി ചെല്ലുന്നുണ്ട്. ഏതായാലും ആകാശിനെ ചോദ്യം ചെയ്യാൻ ആകാശം സമ്മതിക്കുമോ? അപ്പൊ ആര്യനുണ്ടായിരുന്നു, മിത്ര ഉണ്ടായിരുന്നു, മീനാക്ഷി ഉണ്ടായിരുന്നു, ആകാശം ഉണ്ടായിരുന്നു. ദേവി ചോദ്യം ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്കും നമ്മുടെ ആകാശ് പറഞ്ഞു, കൂടുതൽ എൻ്റെ അടുത്ത് കളിക്കാൻ വരരുത്,
ഞാൻ എനിക്ക് ഇഷ്ടമുള്ളപ്പം ഗോമതി സ്റ്റോഴ്സ് വരും. ഇനി എൻ്റെ അച്ഛൻ എപ്പോൾ വരുന്നോ അപ്പം മാത്രമേ ഞാൻ വരുന്നുള്ളൂ. പിന്നെ നിങ്ങൾ എന്നെ കൂടുതൽ ഭരിക്കാൻ വരണ്ട. നിങ്ങളുടെ ഗോമതി സ്റ്റോഴ്സിലുള്ള വാസം ഞാൻ അവസാനിപ്പിക്കുന്നുണ്ട്. അച്ഛനോട് ഞാൻ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇനി നാളെ മുതൽ അച്ഛൻ മതി ഗോമതി സ്റ്റോഴ്സിൽ, അല്ലാതെ പുതിയൊരു അധികാരിയൊന്നും വേണ്ട. ഒത്തിരി അധികാരം കളിച്ച് കളിച്ച് കയ്യിലാക്കാൻ വേണ്ടിയാന്ന് എനിക്കറിയാം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ നമ്മുടെ ആകാശ്. ഏതായാലും ഈ ഒരു സീനൊക്കെ കൂടി കാണിച്ച് നാളത്തെ വിശേഷം അവസാനിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട്. അപ്പൊ നാളെ നമുക്കൊരു അടിപൊളി പ്രമോ വിശേഷമായിട്ട് കാണാം. അപ്പം നിങ്ങൾ മിസ് ചെയ്ത് കളയാതെ നമ്മുടെ വീഡിയോസ് ഒക്കെ കാണാൻ ശ്രമിക്കണം കേട്ടോ. അപ്പൊ നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദിയുണ്ട്. അപ്പൊ പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത്. ടാറ്റാ, ബൈ ബൈ.